1.5 വർഷം മുൻപാണ് ചേർത്തല ഓട്ടോകാസ്റ്റിൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. പ്രതിദിനം 8000 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകും. 8000 പോയിട്ട് 8 യൂണിറ്റ് വൈദ്യുതി പോലും ഇതുവരെ ഉൽപ്പാദിപ്പിക്കാനായിട്ടില്ല. പ്ലാന്റിന് അനുമതി നൽകാതിരിക്കാൻ KSEBയുടെ നയങ്ങൾ ഇവയാണ്. പൊതുമേഖലാ സ്ഥാപനമായ ഓട്ടോകാസ്റ്റിന് 100 കോടിയിലധികം രൂപ വൈദ്യുത ബിൽ കുടിശ്ശികയുണ്ട്. 1 മെഗാവാട്ടിൽ കൂടുതലുള്ള സോളാർ പദ്ധതിയിൽ നിന്ന് വൈദ്യുതി സ്വീകരിക്കാൻ കഴിയില്ലത്രേ. അപ്പോൾ 2 മെഗാവാട്ട് പ്രൊജക്റ്റ് ഏറ്റെടുക്കണമെങ്കിൽ അവരുടെ റെഗുലേറ്ററി കമ്മീഷൻ്റെ പ്രത്യേക അനുവാദം വേണം എന്ന് പറഞ്ഞതിപ്പോൾ സത്യം പറഞ്ഞാൽ ചുവപ്പ് നട കിടക്കുകയാണ്. നമ്മുടെ വർക്കെല്ലാം പൂർത്തിയായിട്ടിരിക്കുകയാണ്. ഇങ്കലിന് ഏകദേശം 90% പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇതുവരെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. KSEB അല്പം വിട്ടുവീഴ്ച ചെയ്തിരുന്നുവെങ്കിൽ നഷ്ടത്തിലോടുന്ന ഓട്ടോകാസ്റ്റിന് പ്രതിമാസം 10 ലക്ഷത്തോളം രൂപ വൈദ്യുത ബില്ലിനത്തിൽ ലാഭിക്കാമായിരുന്നു. എന്നു മാത്രമല്ല, കുറച്ചധികം വൈദ്യുതി കുറഞ്ഞ വിലയ്ക്ക് ബോർഡിന് വാങ്ങാനുമാകുമായിരുന്നു. ചുവപ്പ് നാടകളൊക്കെ അഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സെപ്റ്റംബറിന് മുൻപ് സോളാർ പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കുമെന്നുമാണ് അധികൃതരുടെ ഇപ്പോഴത്തെ വിശദീകരണം. 10 കോടിയിലധികം രൂപയാണ് പ്ലാന്റിന്റെ നിർമ്മാണ ചെലവ്. എന്നു മാത്രമല്ല, പ്രതിദിനം 4 ലക്ഷത്തോളം രൂപയുടെ വൈദ്യുതിയും പാഴായിക്കൊണ്ടേയിരിക്കുന്നു. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.